നമസ്കാരം, മറ്റൊരു സേ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സേ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ കാണാറുമുണ്ട്. എക്സാമിന് എനിക്ക് തോന്നുന്നു മറ്റ് റെഗുലറിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ വർഷം ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പഠിക്കാൻ മെനക്കിടുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ അത്ര എളുപ്പം അങ്ങോട്ട് പിടികിട്ടാറില്ല. അത് പല സബ്ജക്റ്റ്, മാത്സ് എന്നല്ല, ചിലപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിയായ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ഉറപ്പുമാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് തിരഞ്ഞു പിടിച്ച് അവനെ ഒരു 3-4 വട്ടം ഇങ്ങനെ കൃത്യമായിട്ടിരുന്നുകൊണ്ട് പഠിച്ച് ഉറപ്പിക്കണം. സെക്വേർഡ് ആവണം, നിങ്ങളുടെ ജയം ഉറപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി വേണം നിങ്ങൾ ആദ്യം പരിശ്രമിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി എക്സ്ട്രാ ആഡ് ചെയ്യുക. നിങ്ങൾ ഒത്തിരി കുറേ പുതിയ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം പഠിച്ചൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഉറപ്പിക്കണം, ജയിക്കാനുള്ളത് ഇത്രയാണ്, അത്രയും പഠിച്ച് വെച്ചിട്ടേ ബാക്കി അങ്ങോട്ട് പരിപാടി തുടങ്ങാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സാമിന് ഉറപ്പായിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. പഠിച്ചോണം. 3 ഡയമെൻഷൻ ജോമെട്രിയിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും എക്സാമിന് വരുന്നതായിട്ടുള്ള ആ കണക്ഷൻ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസ് നിന്ന്, നോട്ട്സ് നിന്ന്, ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഉറപ്പിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. 3 സബ്ജക്റ്റും കിട്ടും കേട്ടോ. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ പഴയ നേരത്തെ തൊട്ട് ഇതേപോലത്തെ ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് നല്ല പ്രയോജനമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, ഈ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ ഈസിയായിട്ട് നമുക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ജയം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ അല്ലെങ്കിൽ കെ എന്നൊക്കെ തരും കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്ന് എഴുതിയേക്കാം. നമുക്ക് ഇച്ചിരിയുടെ പരിചയം തന്നെ വെച്ചേക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ലൈൻസ് എക്സ് മൈനസ് 3/2 ഈക്വൽ ടു വൈ പ്ലസ് 1/k ഈക്വൽ ടു ഇസഡ് മൈനസ് 1/2 ആൻഡ് എക്സ് പ്ലസ് 3/4 വൈ മൈനസ് 2/3 ഇസഡ് പ്ലസ് 1/4 ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവ തമ്മിൽ പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ ഈ കെയുടെ പ്ലേസിൽ ആരായിരിക്കണം? അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികളൊന്നും കൂടുതൽ പഠിച്ച് കാണത്തില്ല, ഓർക്കൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ വളരെ എളുപ്പം ചെയ്യുന്ന മെത്തേഡ് നോക്കണം. ഇത് 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇവ തമ്മിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ കെയുടെ പ്ലേസിൽ വരേണ്ട കാര്യം. അപ്പോൾ നമുക്കിതിനെ ചെയ്യുന്ന വളരെ ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം ആരും ഇനി ഇത് ചെയ്യാതെ പോകരുത്, അതിന് വേണ്ടിയുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ അപ്പോൾ തുടങ്ങുന്നതിന് അങ്ങനെ ഒരു രീതിയുണ്ട്. സിൻസ് ദ ലൈൻസ് ആർ എന്താണ്? പെർപെൻഡിക്കുലർ, ദെയർഫോർ ഈ 2 ലൈൻസുകൾ തമ്മിൽ എന്താണ്? പെർപെൻഡിക്കുലർ. ദെയർഫോർ ഡോട്ട് പ്രോഡക്റ്റ് വേണേൽ 0 എന്ന് എഴുതുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 0. ആരുടെയൊക്കെയാണെന്നറിയാമോ? ഈ 3 പേരുടെയും ഈ 3 പേരും ഇത് 2 വെക്റ്റേഴ്സിൻ്റെ IJKകളുടെ കോഎഫിഷ്യൻസാണ്. നമ്മളതൊന്നും കൂടുതൽ അറിയണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോക്കുകയാണേ, നിങ്ങളെന്താ ചെയ്യുന്നത് നോക്കുകയാണേ, ഈ 2 കൊണ്ട് ഈ 4നെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 2 × 4 പ്ലസ് അടുത്തത് ഈ കെ കൊണ്ട് അറിയാമല്ലോ പാരയാണെന്ന് 3a, ദാറ്റ് ഈസ് k × 3 പ്ലസ് നെക്സ്റ്റ് ആരെയാണെന്നറിയാമോ? ഈ 2 കൊണ്ട് എഗെയിൻ ഈ 4നെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 2 × 4 ഈക്വൽ ടു 0. കുഴപ്പമില്ല, ഇത്ര എഴുതുന്നതിന് ആരൊക്കെ തമ്മിലാണ് ഇൻറ്റു ചെയ്യേണ്ടത് മനസ്സിലായി. ഇടയ്ക്ക് എപ്പോഴും പ്ലസ് ഇട്ടാണ് കണക്ഷൻ നടത്തേണ്ടത്. ഇത് 8 ആകത്തില്ലേ മോനെ? ഇത് 8 ആവും അല്ലേ? ഒരു 8 + 8 ഉണ്ട്, പിന്നെ ഒരു 3k നടുക്കുണ്ട് അല്ലേ? ഈക്വൽ ടു 0. 8 ഇവിടെ ചേർന്നാൽ 16 + 3k = 0. ദാറ്റ് ഈസ് 3k = -16 + 16 ഈക്വൽ അപ്പുറത്ത് ഇപ്പോൾ -16. ദെർഫോർ k ഈക്വൽ ടു -16/3. തീർന്നു. ഈസി ആയിരുന്നല്ലോ, മനസ്സിലായല്ലോ. ഇത് നമുക്ക് വേറെ പ്രോബ്ലങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ പഠിക്കുന്നത് കൊണ്ട് ഇതിന് മാത്രമല്ല,
ഇതുമായിട്ട് റിലേറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്, അവനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എനിക്കതേ പറയാനുള്ളൂ. കാരണം ഇനി നമ്മുടെ ഒരു വർഷം ഒരിക്കലും ആരും നഷ്ടപ്പെടുത്താൻ ഉണ്ടാവരുത്, അതിനുള്ളൊരു അവസരം ഉണ്ടാവരുത്. ഈ വർഷം നിങ്ങളതിന് വേണ്ടി ഉറപ്പിച്ചേക്കണം ജയം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങൾ ഉറപ്പിക്കുന്ന രീതിയിൽ കൂടെ ഉള്ള ക്ലാസ് കിട്ടും. ഓക്കെ, മാക്സിമം എല്ലാ കുട്ടികളോടൊന്ന് ഷെയർ ചെയ്തേക്കണം. ഗുഡ് ബൈ.